സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. മീനച്ചൂടിൽ വെന്തുരുകി ഇടുക്കി. ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും ഒരുപോലെ ചൂട് വർദ്ധിക്കുന്നു. ഇടയ്ക്ക് വേനൽ മഴ പെയ്തെങ്കിലും ലഭിക്കേണ്ട മഴയുടെ അളവിലും കുറവ്. മഴ കുറഞ്ഞാൽ ചൂട് വർദ്ധിക്കുമെന്ന ആശങ്ക. മുരിക്കാശ്ശേരി രാജമുടിയിൽ നിന്ന് യുവാവിനെ വാഹനത്തിലെത്തിയ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയതായി പരാതി. രാവിലെ 9:35 സംഭവം. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഇന്നോവ വാഹനത്തിൽ യുവാവിനെ 3 പേർ ചേർന്ന് പിടിച്ചു കയറ്റി. മലപ്പുറം തിരൂർ സ്വദേശി ജയചന്ദ്രനെയാണ് തട്ടിക്കൊണ്ടുപോയതായി പരാതി. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വന്യജീവി ആക്രമണം തുടരുന്നു. മൂന്നാർ ലാക്കാട് എസ്റ്റേറ്റിൽ വന്യജീവി ആക്രമണത്തിൽ പശു ചത്തു. പ്രദേശവാസിയായ കണ്ണന്റെ പശുവിനെയാണ് വന്യജീവി കൊന്നത്. പുലിയുടെയും കടുവയുടെയും ആക്രമണത്തിനെതിരെ തൊഴിലാളികൾ രംഗത്ത്. ദേവികുളം അടക്കമുള്ള ജില്ലയിലെ മണ്ഡലങ്ങളിൽ LDF മികച്ച വിജയം കരസ്ഥമാക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. പീരുമേട് എക്കാലവും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ LDF പരാജയപ്പെടുമെന്ന് മാധ്യമങ്ങളും ചില കേന്ദ്രങ്ങളും പ്രചാരണം നടത്താറുണ്ടെന്നും CV വർഗീസ്. വിശദമായ വാർത്തകളിലേക്ക്. മീനച്ചൂടിൽ വെന്തുരുകുകയാണ് ഇടുക്കി. ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും ഒരുപോലെ ചൂട് വർദ്ധിക്കുകയാണ്. ഇടയ്ക്ക് വേനൽ മഴ പെയ്തെങ്കിലും ഇത്തവണ വലിയ തോതിൽ ലഭിക്കേണ്ട മഴയുടെ അളവിലും കുറവുണ്ടായിട്ടുണ്ട്. വേനൽ മഴ ഇനിയും കുറവുണ്ടായാൽ ചൂട് ഇനിയും വർദ്ധിക്കുമോ എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. വേനൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ജില്ലയിൽ കനത്ത ചൂട് തുടരുകയാണ്. തൊടുപുഴ ഉൾപ്പെടെ ലോ റേഞ്ചുകളിൽ പകൽ 37 മുതൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കൂടിയ താപനില. അതേസമയം അനുഭവപ്പെടുന്ന ചൂട് ഇതിലും ഏറെ വരും. എന്നാൽ മൂന്നാർ ഉൾപ്പെടെയുള്ള ഹൈറേഞ്ച് മേഖലകളിലും ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചു. കാൽനട യാത്രക്കാരും ഇരുചക്രവാഹന യാത്രികരുമെല്ലാം മീനച്ചൂടിൽ വലയുകയാണ്. താപനില ഉയർന്നതോടെ പുറം ജോലികളിൽ ഏർപ്പെടുന്നവരും ദുരിതത്തിലായി. പലയിടങ്ങളിലും വൈകിട്ട് വേനൽ മഴയുണ്ടെങ്കിലും ആ സമയങ്ങളിൽ ചൂടിന് താൽക്കാലിക ആശ്വാസം ലഭിക്കുമെന്ന് മാത്രം. ജില്ലയിൽ ഈ വേനലിൽ മാർച്ച് മുതൽ കണക്കുകൂട്ടിയാൽ ലഭിക്കേണ്ട മഴ 94.6 മില്ലിമീറ്റർ ആയിരുന്നു. ലഭിച്ചതാകട്ടെ 65.9 മില്ലിമീറ്റർ. 30% മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന പ്രവചനം ജില്ലയ്ക്ക് പ്രതീക്ഷ പകരുന്നതാണ്. മഴയ്ക്കൊപ്പം മിന്നലിലും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പുമുണ്ട്. അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ചൂട് മൂലമുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അവഗണിക്കരുതെന്ന് ആരോഗ്യ വിദഗ്ധരും നിർദ്ദേശിക്കുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. മുരിക്കാശ്ശേരി രാജമുടിയിൽ നിന്ന് യുവാവിനെ വാഹനത്തിലെത്തിയ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയതായി പരാതി. രാവിലെ 9:45 കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വന്ന ഇന്നോവ വാഹനത്തിൽ യുവാവിനെ 3 പേർ ചേർന്ന് പിടിച്ച് ബലമായി കയറ്റുകയായിരുന്നു. മലപ്പുറം തിരൂർ സ്വദേശി ജയചന്ദ്രനെയാണ് തട്ടിക്കൊണ്ടുപോയതായി പരാതി മുരിക്കാശ്ശേരി പോലീസിന് ലഭിച്ചത്. ഇ-കൊമേഴ്സ് സ്ഥാപനത്തിലെ ട്രെയിനർ ആണ് ജയചന്ദ്രൻ. ഉപ്പുതൊട്ടിയിൽ 4 സുഹൃത്തുക്കൾക്കൊപ്പമൊത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. നേരത്തെ ഓൺലൈൻ ബിസിനസ് ഇടപാടുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക വിഷയങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ജയചന്ദ്രന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് പോലീസിൽ വിവരമറിയിച്ചത്. മുരിക്കാശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വന്യജീവി ആക്രമണം തുടരുകയാണ്. മൂന്നാർ ലോക്കാട് എസ്റ്റേറ്റിൽ വന്യജീവി ആക്രമണത്തിൽ ഒരു പശു ചത്തു. പ്രദേശവാസിയായ കണ്ണന്റെ പശുവിനെയാണ് വന്യജീവി കൊലപ്പെടുത്തിയത്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പുലിയുടെയും കടുവയുടെയും ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുന്ന സംഭവം ആവർത്തിക്കുന്നു. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും വളർത്തുമൃഗങ്ങൾക്ക് നേരെ വന്യജീവി ആക്രമണം തുടർക്കഥയാവുകയാണ്. വേനൽ കനത്തതോടെ കാടിറങ്ങുന്ന വന്യജീവികൾ മേയാൻ വിടുന്ന പശുക്കളെയാണ് അധികമായി കൊലപ്പെടുത്തുന്നത്. മൂന്നാർ ലാക്കാട് എസ്റ്റേറ്റിൽ വന്യജീവി ആക്രമണത്തിൽ പശു ചത്തതാണ് ഒടുവിലത്തെ സംഭവം. പ്രദേശവാസിയായ കണ്ണന്റെ പശുവിനെയാണ് വന്യജീവി കൊലപ്പെടുത്തിയത്. റോഡരികിൽ തന്നെയായിരുന്നു പശുവിന്റെ ജഡം കണ്ടെത്തിയത്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പുലിയുടെയും കടുവയുടെയും ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യം ആളുകളിലും വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുണ്ട്. 100 കണക്കിന് പശുക്കളാണ് ഇതുവരെ തോട്ടം മേഖലയിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇതിലൂടെ തൊഴിലാളികൾക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നതിനൊപ്പം അധിക വരുമാനം കണ്ടെത്താനുള്ള കുടുംബങ്ങളുടെ മാർഗവും വഴിയടയുകയാണ്. വന്യജീവി ആക്രമണം പ്രതിരോധിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന വനംവകുപ്പ് ആവർത്തിക്കുമ്പോഴും വന്യജീവി ആക്രമണം മുൻകാലങ്ങളിലേതുപോലെ തന്നെ തുടരുന്നുവെന്നാണ് തൊഴിലാളി കുടുംബങ്ങളുടെ പരാതി. സമാന രീതിയിൽ ഇനിയും വളർത്തുമൃഗങ്ങൾ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുമോ എന്ന ആശങ്കയും ഇവർ പങ്കുവയ്ക്കുന്നു. സിറ്റി വിഷൻ മൂന്നാർ. ദേവികുളം അടക്കമുള്ള ജില്ലയിലെ മണ്ഡലങ്ങളിൽ LDF മികച്ച വിജയം കരസ്ഥമാക്കുമെന്ന CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. തൊടുപുഴയിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കും. പീരുമേട് എക്കാലവും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ LDF പരാജയപ്പെടുമെന്ന് മാധ്യമങ്ങളും ചില കേന്ദ്രങ്ങളും പ്രചാരണം നടത്താറുണ്ട്. പക്ഷേ വോട്ടെണ്ണുമ്പോൾ LDF വിജയിച്ചത് ചരിത്രമാണുള്ളത്. S രാജേന്ദ്രൻ കഴിഞ്ഞ തവണ LDFിനൊപ്പം നിന്ന് ദേവികുളത്ത് ചതിച്ചു. രാജേന്ദ്രൻ ഏതൊക്കെ നിലയിൽ പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജാഗ്രതയോടുകൂടി ദേവികുളത്ത് LDF പ്രവർത്തകർ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നും CV വർഗീസ് തോക്കുപാറയിൽ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലവിലുള്ള സീറ്റുകളെല്ലാം നിലനിർത്തുന്നത് തന്നെയാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്.
ദേവികുളം മണ്ഡലം നല്ല ഭൂരിപക്ഷം ജയിക്കും. ഉടുമ്പൻചോല ഇടുക്കി പീരുമേട് എക്കാലവും പോളിംഗ് കഴിയുമ്പോൾ LDF പരാജയപ്പെടുമെന്ന പ്രവചനമാണ് മാധ്യമങ്ങളും ചില കേന്ദ്രം നടത്താറുണ്ട്. പക്ഷെ അവസാന വോട്ടെണ്ണി കഴിയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ പീരുമേട് സീറ്റ് ചെയ്യും. തൊടുപുഴ നല്ല രാഷ്ട്രീയമായ മുന്നേറ്റമാണ്. അതിന് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ജനങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന എല്ലാ സാഹചര്യവും ഈ ജില്ലയിലുണ്ട്. നേരത്തെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ നല്ല വിശ്വാസത്തോടും രാജ്യത്തിന് ഞങ്ങളെ കൂടെ നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കൂടെ നിന്ന് ചതിക്കുകയല്ലേ ഇത്. അപ്പോൾ ഈ പ്രാവശ്യം അപ്പുറയാണെന്നുള്ളത് കൊണ്ട് രാജ്യത്തിന് ഞങ്ങളുടെ വിശ്വാസം എടുക്കുകയില്ല. കൂടെ നിന്ന് ചതിക്കുന്നവരെയാണല്ലോ നമുക്ക് ഭയപ്പെടേണ്ടത്. അപ്പോൾ എതിർ ശരി നിൽക്കുമ്പോൾ രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ മേഖലകളിൽ ചതി ഉണ്ടാവും എന്ന് കൃത്യമായി ഞങ്ങളുടെ എല്ലാ നിലവാരത്തിലുള്ള സഹായങ്ങൾക്കറിയാം. അതനുസരിച്ച് അവർ നല്ല യാത്രയോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള മുന്നേറ്റം തീർച്ചയായും ദേവികുളം മണ്ഡലത്തിലുണ്ടാവും. വീടുകളിൽ ചെടി നട്ട് പരിപാലിക്കുന്നത് സാധാരണമാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് താമരയും ജമന്തിയും ഒക്കെ നട്ടുപരിപാലിക്കുകയാണ് രാജാക്കാട് സ്വദേശി വെട്ടുകല്ലമ്മാക്കൽ പൊന്നുണ്ണിയും ഭാര്യയും ചേർന്ന്. റോഡരികിൽ വീട്ടുമുറ്റത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്ന ജമന്തിത്തോട്ടം യാത്രക്കാർക്കും ഒരു മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ഒന്ന് കാണാം. തിരക്കിട്ട ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിലും പൊന്നുണ്ണിയും ഭാര്യയും പൂക്കളും ചെടികളും പരിപാലിക്കാൻ സമയം കണ്ടെത്തും. രാജാക്കാട് പൊന്മുടി റൂട്ടിൽ ചെരുപുറത്ത് സംസ്ഥാന പാതയോരത്താണ് വീടുള്ളത്. ഇരുനില വീടിന് മുന്നിൽ മതിൽ കെട്ടി മറയ്ക്കാതെ മനോഹരമായ ജമന്തിത്തോട്ടമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ പൂത്തുനിൽക്കുന്ന ഈ ജമന്തിത്തോട്ടം ആരെയും ആകർഷിക്കുന്ന മനോഹര കാഴ്ച. നഴ്സറിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ ഹൈബ്രിഡ് തൈകളാണ് നട്ടുപരിപാലിച്ചത്. ചെടികളുടെ പരിപാലനം ഏറെ മാനസിക സന്തോഷം പകർന്നു നൽകുന്നുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പൂക്കളോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണ് എല്ലാ വർഷവും ഞങ്ങൾ ഇതേമാതിരി 2-3 പ്രാവശ്യമായിട്ട് പൂ നട്ട് പരിപാലിക്കുന്നത്. ഈ വരുന്ന പൂ വിൽപ്പനയ്ക്കുള്ളതല്ല, ക്ഷേത്രാവശ്യങ്ങൾക്കായിട്ട് കള്ളിമല അമ്പലത്തിലും ചായക്കട അമ്പലത്തിലും മാനച്ചാൽ അമ്പലത്തിലും കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജമന്തി മാത്രമല്ല, മട്ടുപ്പാവിലും മറ്റുമായി താമരയും മറ്റു ചെടികളും ഇവിടെ ധാരാളമുണ്ട്. വിരിയുന്ന പൂക്കൾ പുറത്തു വിൽക്കാറില്ല. പകരം വിളവെടുത്ത് സമീപത്തെ ക്ഷേത്രങ്ങളിൽ എത്തിച്ചു നൽകും. ഒഴിവു സമയങ്ങൾ വെറുതെ കളയാതെ ചെടികളുടെ പരിപാലനത്തിലൂടെ ഭക്തിയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം കൂടി പകർന്നു നൽകുകയാണ് ഇവർ രണ്ടുപേരും. സിറ്റി വിഷൻ, രാജാക്കാട്. കാലം മാറുന്നതിനനുസരിച്ച് ആഘോഷങ്ങളുടെ സ്വഭാവത്തിലും വിപണിയുടെ സ്വാധീനത്തിലും വലിയ മാറ്റങ്ങൾ ഒക്കെ സംഭവിക്കുകയാണ്. ഈ മാറ്റങ്ങൾ ഏറ്റവും വ്യക്തമായി പ്രകടമാകുന്നത് ഈ വർഷത്തെ വിഷു വിപണിയിലാണ്. ഇടുക്കി ജില്ലയിലും മലയോര മേഖലകളിലുമുള്ള വിഷു വിപണി ഇതിനകം സജീവമായി മാറി. പണ്ടുകാലങ്ങളിൽ വിഷുക്കണിക്കായി പ്രധാനമായിരുന്ന കണിക്കൊന്ന ശേഖരിക്കുവാൻ ആളുകൾ കാടും മേടും കയറിയിറങ്ങേണ്ടി വന്നിരുന്നു. പ്രത്യേകിച്ച് ഇടുക്കിയിലെ മലയോര പ്രദേശങ്ങളിൽ കണിക്കൊന്ന ശേഖരണം ഒരു ആഘോഷപരമായ അനുഭവമായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥിതി മാറിയിരിക്കുന്നു. വിപണിയിൽ സുലഭമായി ലഭിക്കുന്ന പ്ലാസ്റ്റിക് കണിക്കൊന്നകൾ പ്രകൃതിദത്ത കണിക്കൊന്നയ്ക്ക് പകരക്കാരനായി മാറിയിരിക്കുകയാണ്. കടും മഞ്ഞ നിറമുള്ള കുലകളും യഥാർത്ഥ ഇലകളെ അനുസ്മരിപ്പിക്കുന്ന രൂപവും ഉള്ളതിനാൽ ഒറ്റ നോട്ടത്തിൽ ഇത് പ്ലാസ്റ്റിക് ആണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ട്. കൊഴിഞ്ഞു വീഴാത്തതും ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാനാകുന്നതുമാണ് ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. നഗരപ്രദേശങ്ങളോടൊപ്പം മലയോര മേഖലകളിലും ഇതിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു. പ്ലാസ്റ്റിക് കണിക്കൊന്ന വിപണിയിൽ വ്യാപകമായി എത്തിയതോടെ പ്ലാസ്റ്റിക് കണിവെള്ളരി ഉണ്ടോ എന്ന ചോദ്യവും വ്യാപാരികൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. വിപണിയിലെ പുതുമകളുടെ വ്യാപ്തി ഇതിലൂടെ വ്യക്തമാകുന്നു. എല്ലാവരും വിഷു വളരെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. അതുകൊണ്ട് 2 ദിവസം മുമ്പ് പതിവിലും നേരത്തെ തന്നെ വിഷു വിപണി വളരെ ഊർജ്ജമായി ഉഷാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ വിപണിയിൽ വിലക്കുറവാണ്. വിഷുക്കണിയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹങ്ങൾക്കും വലിയ ആവശ്യക്കാരാണ്. 200 മുതൽ 300 രൂപ വരെ വിലയുള്ള പൾപ്പ് പ്രതിമകളും 800 രൂപ വില വരുന്ന ഫൈബർ മോഡലുകളും വിപണിയിൽ ലഭ്യമാണ്. മുത്തുകളും നിറങ്ങളും ഉപയോഗിച്ച് അലങ്കരിച്ച ഈ വിഗ്രഹങ്ങൾ
കാഴ്ചക്കാരെ ആകർഷിക്കുന്നു. ഓടക്കുഴലുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണ രൂപങ്ങൾ വിവിധ വലുപ്പത്തിലും നിറങ്ങളിലും ലഭ്യമാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഇത്തരം വിഗ്രഹങ്ങൾക്കും ഇടുക്കി ജില്ലയിൽ നല്ല ആവശ്യക്കാരുണ്ട്. എല്ലാ പ്രാവശ്യത്തെക്കാളും ഈ പ്രാവശ്യം വിപണിയിലും എല്ലാം കൂടുതൽ തിരക്ക് കാണുന്നുണ്ട്. സാധാരണ വിഷു കൊന്ന മേടിക്കുന്നതിനും അതുപോലെ തന്നെ കൃഷ്ണന്റെ വിഗ്രഹം മേടിക്കാനും അതുപോലെ തന്നെ വെള്ളരി അങ്ങനെ വിഷുക്കണി ഒരുക്കുന്നതിനുള്ള സാമഗ്രികളൊക്കെ മേടിക്കുന്നതിനുള്ള തിരക്കിലാണ് എല്ലാവരും. ഞങ്ങളും അതിനുവേണ്ടി വന്നതാണ്. ഇടുക്കി ജില്ലയിലെ പട്ടണങ്ങൾക്കും മലയോര ഗ്രാമങ്ങൾക്കുമിടയിൽ വിഷു വിപണി സജീവമാണ്. കണിവെള്ളരി, കണിക്കലം, കുന്നിക്കുരു, മയിൽപീലി, വാൽക്കണ്ണാടി തുടങ്ങിയ പരമ്പരാഗത വസ്തുക്കൾക്കൊപ്പം പുതിയ ഉൽപ്പന്നങ്ങളും വിപണിയിൽ ഇടം നേടിയിട്ടുണ്ട്. വഴിയോര കച്ചവടങ്ങൾ, ചെറുകിട വ്യാപാരികൾ, വീടുകൾ കേന്ദ്രീകരിച്ചുള്ള വിൽപ്പന എന്നിവയും വ്യാപകമായി നടക്കുന്നു. തെരഞ്ഞെടുപ്പിനും തിരക്കിനും കനത്ത ചൂടിനുമിടയിലും വിഷുവിനെ വരവേൽക്കുവാനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ സജീവമാണ്. ഈ വർഷം വിഷുക്കണി ഒരുക്കാൻ ചിലവ് കൂടുമെന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. എങ്കിലും സൗകര്യവും ദീർഘകാല ഉപയോഗവും മുൻനിർത്തി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിലേക്കും ജനങ്ങളുടെ നീക്കം വർദ്ധിക്കുന്നതായും കാണാം. പരമ്പരാഗതയും നവീനതയും ഒന്നിച്ചു ചേർന്ന വിഷുവിപണി ഇടുക്കിയിലും മലയോര മേഖലയിലും പുതിയ ആഘോഷ സംസ്കാരത്തിന് വഴി തെളിക്കുന്നു. സിറ്റി വിഷൻ, രാജകുമാരി. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങി വരാം. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. അടിമാലി ഭാരത് ഗ്യാസ് ഏജൻസിയിൽ നിന്നും വാത്തുക്കുടിയിലെ ചെമ്പകപ്പാറ മേഖലയിലേക്ക് വാഹനത്തിലുള്ള ഗ്യാസ് വിതരണം നടത്തുന്നില്ല എന്ന് പരാതി. മറ്റ് ഗ്യാസ് ഏജൻസികൾ ഈ സ്ഥലങ്ങളിൽ വിതരണം നടത്തിയിട്ടും ഭാരത് ഗ്യാസ് ഏജൻസിയുടെ വാഹനം വിതരണത്തിനായി എത്താത്തതാണ് ഉപഭോക്താക്കളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നത്. അടിമാലിയിലെ ഭാരത് ഗ്യാസ് ഏജൻസിയുടെ വാഹനത്തിലുള്ള ഗ്യാസ് വിതരണം നടത്താത്തതിനാൽ വാത്തിക്കുടി പഞ്ചായത്തിലെ ചെമ്പകപ്പാറ, പെരിഞ്ചാംകുട്ടി, തെറ്റാലിക്കട, കുറിക്കട ഭാഗത്തെ 400-ൽ പരം വരുന്ന ഉപഭോക്താക്കളാണ് ദുരിതത്തിലായിരിക്കുന്നത്. ഡിസംബർ 30-നാണ് അവസാനമായി ഈ മേഖലയിൽ ഏജൻസി ഗ്യാസ് വിതരണം നടത്തിയത്. പഴയതു മാറി പുതിയ ഗ്യാസ് സിലിണ്ടർ ലഭിക്കണമെങ്കിൽ 25 കിലോമീറ്റർ ദൂരെ അടിമാലിയിലെ ഗ്യാസ് ഏജൻസിയിലെത്തി വാങ്ങേണ്ട അവസ്ഥയാണ്. ഇതിനായി 900 രൂപ ഓട്ടോ ചാർജും നൽകേണ്ടി വരുന്നു. സാധാരണ കർഷകരായ ഉപഭോക്താക്കൾക്ക് ഇത് താങ്ങാൻ പറ്റാത്തതാണ് എന്ന് കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി തങ്കച്ചൻ കാരക്കാവയലിൽ പറയുന്നു. പകൽ കൊള്ളയാണ്. ഇത് അവസാനിപ്പിച്ചില്ല എങ്കിൽ അടിമാലിയിലെ ഭാരത് ഗ്യാസിൻ്റെ ഏജൻസിയിലേക്ക് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് മാർച്ച് നടത്തുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാവും. ഇന്ത്യൻ, HP പോലുള്ള ഗ്യാസ് ഏജൻസികൾ ഈ പ്രദേശത്തുള്ള അവരുടെ ഉപഭോക്താക്കൾക്ക് ഗ്യാസ് എത്തിച്ചു നൽകുന്നുമുണ്ട്. സാധാരണക്കാർക്ക് ഗ്യാസ് സിലിണ്ടർ നൽകാതെ ഹോട്ടലുകൾക്കും റിസോർട്ടുകൾക്കും വൻ വിലയ്ക്ക് സിലിണ്ടറുകൾ വിൽക്കുവാനാണ് അടിമാലി ഭാരത് ഗ്യാസ് ഏജൻസി ശ്രമിക്കുന്നതെന്ന് ഉപഭോക്താക്കൾ ആരോപിക്കുന്നു. ഗ്യാസ് ഏജൻസിയുടെ ഭാഗത്തു നിന്നും സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടായില്ല എങ്കിൽ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗ്യാസ് ഏജൻസിയുടെ മുമ്പിൽ സമരപരിപാടികൾ നടത്തുവാനാണ് തീരുമാനം. സിറ്റി വിഷൻ, അടിമാലി. CPIMന്റെ നേതൃത്വത്തിൽ തോക്കുപാറയിൽ MN മോഹനൻ അനുസ്മരണ ദിനം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
പാർട്ടിയെ മുൻപോട്ട് നയിച്ചയാളായിരുന്നു MN മോഹനൻ എന്ന പരിപാടിയിൽ സംസാരിച്ചവർ അനുസ്മരിച്ചു. അടിമാലി മേഖലയിലെ CPIM-ന്റെ മുതിർന്ന നേതാവായിരുന്ന MM മോഹനന്റെ ഓർമ്മ പുതുക്കിയാണ് CPIM-ന്റെ നേതൃത്വത്തിൽ തോക്കുപാറയിൽ ഏപ്രിൽ 11-ന് MN മോഹനൻ അനുസ്മരണ ദിനം സംഘടിപ്പിച്ചത്. തോക്കുപാറ ടൗണിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തന കാലഘട്ടത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളുടെയും സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്നും വിട്ടുപോകും. ആ കാലയവനികയ്ക്കുള്ളിൽ മറയുന്ന സഖാക്കളെയും അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അവരുടെ പ്രവർത്തനത്തിൽ അവരുടെ മരണത്തോടുകൂടി അവസാനിപ്പിക്കുകയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് ഭാവി തലമുറയുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് പാർട്ടി ഏതൊരു അനുസ്മരണ ദിനത്തെയും ആചരിക്കുന്നതിന് സാധിക്കുക. പാർട്ടിയെ മുന്നോട്ട് നയിച്ച ആളായിരുന്നു MN മോഹനൻ എന്ന പരിപാടിയിൽ സംസാരിച്ചവർ അനുസ്മരിച്ചു. K ഋഷിരാജ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. MJ മാത്യു, TK ഷാജി, KR ജയൻ, MM കുഞ്ഞുമോൻ, തോമസ് K ജോസ് എന്നിവർ MM മോഹനനെ അനുസ്മരിച്ച് സംസാരിച്ചു. KB വരദരാജൻ, VG പ്രതീഷ് കുമാർ, മാത്യു ഫിലിപ്പ, മനു തോമസ്, ശോഭന ഫ്രാൻസിസ്, CS സുധീഷ, CD ഷാജി, KK എബിൻ എന്നിവർ പങ്കെടുത്തു. നിരവധി CPIM പ്രവർത്തകർ അനുസ്മരണ യോഗത്തിൽ സംബന്ധിച്ചു. സിറ്റി വിഷൻ, ആനച്ചാൽ. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് CDS-ന്റെ നേതൃത്വത്തിൽ രാജാക്കാട് വിഷുചന്ത ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിഷുവിന് മുന്നോടിയായിട്ടാണ് മിതമായ നിരക്കിൽ പച്ചക്കറികളും മറ്റു ഉൽപ്പന്നങ്ങളും ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് CDS-ന്റെ നേതൃത്വത്തിൽ രാജാക്കാട് മുല്ലക്കാനം റൂട്ടിൽ ഹോമിയോ ആശുപത്രിക്ക് സമീപം വിഷുചന്ത ആരംഭിച്ചത്. JLG അംഗങ്ങൾ എത്തിച്ചു നൽകുന്ന പച്ചക്കറികളും പ്രാദേശിക സംരംഭകർ തയ്യാറാക്കി എത്തിച്ച അച്ചാറ്, ചിപ്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളും PG ഗ്രൂപ്പുകളിൽ നിന്നും എത്തിച്ച ഉൽപ്പന്നങ്ങളും ചന്തയിൽ നിന്നും ലഭ്യമാണ്. പ്രവർത്തനം ആരംഭിച്ച വിഷുചന്തയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ നിർവഹിച്ചു. ഇവിടെ നല്ല പച്ചക്കറികളെല്ലാം വാങ്ങിച്ച് നമുക്ക് 2 ദിവസം കൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ വിഷുപ്പുലരിയെ കണി കാണുമ്പോൾ എല്ലാവർക്കും നല്ല നന്മയും സാഹോദര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും. വാർഡ് മെമ്പർ ജോഷി കന്യാകുഴി ആദ്യ വിൽപ്പന നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ ബിജി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. മിനി സുരേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. അഗ്രി CRP ബിന്ദു സതീശൻ, CDS അംഗങ്ങൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. 100ന്റെ നിറവിൽ എത്തി നിൽക്കുന്ന ഉപ്പുതറ MOLP സ്കൂളിൽ ഒരു വട്ടം കൂടി എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും ചങ്ങനാശ്ശേരി SB കോളേജ് പ്രൊഫസറുമായിരുന്ന TJ മത്തായി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന് യാതൊരു സാഹചര്യവും ഇല്ലാതിരുന്ന 1926-ൽ കുടിപ്പള്ളിക്കൂടമായി ആരംഭിച്ച വിദ്യാലയം കാണക്കാലിൽ തൊമ്മൻ ജോസഫ് നൽകിയ സ്ഥലത്ത് ഓണംകുളത്തച്ഛന്റെ ശ്രമഫലമായാണ് ഇന്നത്തെ വിദ്യാലയമായി മാറിയത്. 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകിയ വിദ്യാലയത്തിന്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 100 ദിന കർമ്മ പരിപാടിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. ബാല്യത്തിന്റെ ഓർമ്മകൾ സുഹൃത്തുക്കളുമായി പങ്കിട്ടും പുതുതലമുറകൾക്ക് അനുഭവങ്ങൾ പങ്കുവച്ചും ഫോട്ടോ പകർത്തിയും ഇനിയും ഒത്തുചേരാമെന്ന വിശ്വാസത്തിലുമാണ് ഇവർ ഒന്നു ചേർന്ന് പിരിഞ്ഞത്. സ്കൂൾ മാനേജർ ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ അധ്യക്ഷത വഹിച്ചു. ചങ്ങനാശ്ശേരി SB കോളേജ് പ്രൊഫസറുമായിരുന്ന TJ മത്തായി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അച്ഛന്റെ സ്വഭാവമുള്ള ശാന്തസ്വരൂപനായ ഒരു വ്യക്തിയാണ്. പിന്നെ വർഗീസ് സാർ, നന്ദൻ വർഗീസ് സാറ്, ഒരു സിസിലി ടീച്ചർ, വർഗീസ് സാർ KM എബ്രഹാം സാറ്, പിന്നെ അങ്ങനെ KM വർഗീസ് സാറ്, പിന്നെ ഉള്ളത് ഒരു വടക്കേടത്ത് സാർ. ഇത്രയും സാറന്മാരാണെന്ന് ഞാൻ പൂർവ്വ വിദ്യാർത്ഥി ത്രേസ്യാമ്മ തോമസ്, അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് അട്ടോത്ത, സ്കൂൾ പ്രധാനാധ്യാപിക പ്രീതി സെബാസ്റ്റ്യൻ, സൗമ്യ എന്നിവർ പ്രസംഗിച്ചു. PTA പ്രസിഡന്റ് ജോജു ജോസഫ, മനു ആന്റണി എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഉപ്പുതറ. ഒഴുവത്തടം ക്രൈസ്റ്റ് CSI പള്ളിയിൽ വൊക്കേഷണൽ ബൈബിൾ സ്കൂൾ നടന്നു. CSI ചർച്ച് ഓഫ് ഇന്ത്യ സഭയുടെ കീഴിൽ വർഷം തോറും നടത്തിവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാലജന ശുശ്രൂഷയാണ് വൊക്കേഷണൽ ബൈബിൾ സ്കൂൾ. കുട്ടികളുടെ ആത്മീയവും മാനസികവുമായ വളർച്ചയെ ലക്ഷ്യമിട്ട് അവധിക്കാലങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ പരിപാടിയുടെ ഭാഗമായി ഒഴുവത്തടം ക്രൈസ്റ്റ് CSI പള്ളിയിൽ ഈ വേനലവധിക്കാലത്ത് ക്രമീകരിച്ച പ്രത്യേക പാഠ്യപദ്ധതിയായി VBS മാറി.
ക്രിസ്തുവിനെ പോലെ വളരുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഇത് വിഭാവനം ചെയ്തത്. കുട്ടികളിൽ പ്രാർത്ഥനാശീലം വളർത്തിയെടുക്കുന്നതിനും ബൈബിൾ കഥകളിലെ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിനും VBS ഊന്നൽ നൽകുന്നു. കുട്ടികളെ ദൈവവചനത്തിൽ ഉറപ്പിച്ചു നിർത്തുക, അവരിലെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുക, സഭയുമായും സാമൂഹികമായും നല്ല ബന്ധം സ്ഥാപിക്കുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുക, ധാർമ്മിക മൂല്യങ്ങളുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ സംഘടിപ്പിച്ച പരിപാടി CSI ക്രൈസ്റ്റ് ചർച്ച് ഒഴുവത്തറം സഭയിൽ വെച്ച ഏപ്രിൽ 6 മുതൽ 11 വരെയാണ് നടത്തപ്പെട്ടത്. ഇതിന്റെ ഭാഗമായി കുട്ടികളുടെ റാലി, കലാപരിപാടികൾ, സ്നേഹവിരുന്ന, ആശംസാ പ്രസംഗങ്ങൾ, സമ്മാനദാനം എന്നിവയും നടന്നു. അറുപത്തിയഞ്ചോളം കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സിറ്റി വിഷൻ ഇടുക്കി. നോക്കാം ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,010 രൂപ, പവന് 1,12,080 രൂപ, വെള്ളി ഗ്രാമിന് 265 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മീനച്ചൂടിൽ വെന്തുരുകി ഇടുക്കി. ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും ഒരുപോലെ ചൂട് വർദ്ധിക്കുന്നു. ഇടയ്ക്ക് വേനൽ മഴ പെയ്തെങ്കിലും ലഭിക്കേണ്ട മഴയുടെ അളവിലും കുറവ്. മഴ കുറഞ്ഞാൽ ചൂട് വർദ്ധിക്കുമെന്ന ആശങ്ക. മുരിക്കാശ്ശേരി രാജമുടിയിൽ നിന്ന് യുവാവിനെ വാഹനത്തിലെത്തിയ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയതായി പരാതി. രാവിലെ 9:35 സംഭവം. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഇന്നോവ വാഹനത്തിൽ യുവാവിനെ 3 പേർ ചേർന്ന് പിടിച്ചു കയറ്റി. മലപ്പുറം തിരൂർ സ്വദേശി ജയചന്ദ്രനെയാണ് തട്ടിക്കൊണ്ടുപോയതായി പരാതി. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വന്യജീവി ആക്രമണം തുടരുന്നു. മൂന്നാർ ലാക്കാട് എസ്റ്റേറ്റിൽ വന്യജീവി ആക്രമണത്തിൽ പശു ചത്തു. പ്രദേശവാസിയായ കണ്ണന്റെ പശുവിനെയാണ് വന്യജീവി കൊന്നത്. പുലിയുടെയും കടുവയുടെയും ആക്രമണത്തിനെതിരെ തൊഴിലാളികൾ രംഗത്ത്. ദേവികുളം അടക്കമുള്ള ജില്ലയിലെ മണ്ഡലങ്ങളിൽ LDF മികച്ച വിജയം കരസ്ഥമാക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CB വർഗീസ്. പീരുമേട് എക്കാലവും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ LDF പരാജയപ്പെടുമെന്ന് മാധ്യമങ്ങളും ചില കേന്ദ്രങ്ങളും പ്രചാരണം നടത്താറുണ്ടെന്നും CB വർഗീസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.